സുതാര്യത വേണം, ധാർമ്മികത വേണം. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. ഈ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ തന്നെ അവർ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട മര്യാദ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലൂടെ ലഭിക്കുന്ന എന്ത് തുകയും, അത് ഡൊണേഷനായി കിട്ടുന്ന തുകയാകട്ടെ, ശമ്പളമായി കിട്ടുന്ന തുകയാകട്ടെ, സിറ്റിംഗ് ഫീ ആയിട്ട് കിട്ടുന്ന തുകയാകട്ടെ, അത് പൊതുപ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ട തുകയായി കണക്കാക്കണം. എന്നാൽ മറ്റ് കച്ചവടങ്ങൾ, ബിസിനസ്സുകളോ അല്ലെങ്കിൽ മറ്റ് ജോലികളോ ഏതെങ്കിലും ഇതര ജോലികൾ ചെയ്തുകൊണ്ട് ജീവിക്കാം. വളരെ താഴെത്തലയിലുമുള്ള ചെറിയ ചെറിയ കമ്മീഷൻ ജോലികളും മറ്റ് ജോലികളും പത്രമിടുന്ന ജോലികളും ഒക്കെ ചെയ്യുന്ന സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് അതിൽ നിന്നുള്ള ഫണ്ട് പോലും അവർ പാർട്ടിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിന് ലൈസൻസ് ഇല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് ബിസിനസ് ചെയ്യുന്നു, അവരോട് നമുക്ക് പറയാം ലൈസൻസ് എടുത്തിട്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സെയിൽ ടാക്സ് കൊടുക്കുന്നില്ല കറക്റ്റായിട്ട്, അതുകൊണ്ട് നമുക്ക് ഒരു സെയിൽ ടാക്സ് കൊടുക്കാൻ പറയാം. പക്ഷേ ബേസിക്കായിട്ട് പറയേണ്ടത് ആ ബിസിനസ് നീ ചെയ്യണം, ആ കച്ചവടം നീ ചെയ്യണം, അല്ലെങ്കിൽ ആ തൊഴിൽ നീ ചെയ്യണം, എന്നിട്ട് നീ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നാണ് പഠിപ്പിക്കേണ്ടത്. തൊഴിൽ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന തരത്തിലുള്ള നറേറ്റീവ്സ് അത് നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക്, ഒരു ലോക്കൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് ശമ്പളം കൊടുക്കുന്ന പദ്ധതികൾ CPM-ലുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. ഇത് ശരിയല്ല. ഇത് ഡൊണേഷൻ കിട്ടുന്ന തുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഡൊണേഷൻ കിട്ടുന്ന തുക രാഷ്ട്രീയ പ്രവർത്തകന് ശമ്പളമായി കൊടുക്കാനുള്ളതല്ല. രാഷ്ട്രീയ പ്രവർത്തകന് ജീവിക്കാനുള്ള കാര്യം അധ്വാനത്തിലൂടെ ഉണ്ടാക്കണം. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ ഡൊണേഷനിൽ നിന്ന് ആകാം എന്ന് മാത്രം ചിന്തിക്കണം. ഇത്തരം കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വേണം. ഇപ്പം എന്താ പ്രശ്നം, നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് തൊഴിലെടുത്തേക്കരുത്, തൊഴിലെടുത്തതിന് കുഴപ്പമുണ്ടെന്ന് കരുതാം, തെറ്റായ തൊഴിലാണ് ചെയ്യുന്നത്, അത് നമുക്ക് പരിശോധിക്കാം. ആരോപണം ഉന്നയിച്ചാൽ പോരല്ലോ. റിവേഴ്സ് ഹവാല എന്നൊക്കെയുള്ള വാക്ക് ആർക്കെതിരെയും ആർക്ക് വേണേലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. KT ജലീലിന് റിവേഴ്സ് ഹവാലയുണ്ടോ, പിണറായി വിജയന് റിവേഴ്സ് ഹവാലയുണ്ടോ ചോദിക്കാൻ ഒരു പാടുമില്ല. ഉണ്ടെങ്കിൽ കാണിക്ക്. ഇതിന് നിയമങ്ങളില്ലേ ഇവിടെ ഫെമയിൽ വളരെ വ്യക്തമാണല്ലോ. ഹവാല ഉണ്ട്, പിന്നെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. ഗീവ് ആൻ എവിഡൻസ്. സിംപിളി എൻക്വയറി നടത്തും. ഇല്ലാതെ ആക്ഷേപം ഉന്നയിച്ച് പോയി. എനിക്ക് ആരെക്കുറിച്ചും പറയാം, അജിംസിനെ കുറിച്ചും പറയാം, റിജിയെക്കുറിച്ചും പറയാം, ബഹുമാനായ ചേക്കുട്ടി സാഹിബിനെ കുറിച്ച് പറയാം. എനിക്ക് വെറുതെ അങ്ങനെ പറയാൻ പാടണോ? ഉണ്ടെങ്കിൽ എൻ്റെ തെളിവുണ്ടെങ്കിൽ പറയാം. ആണോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, അത് മതിയോ? അത് തെറ്റാ. അത് രാഷ്ട്രീയ പ്രവർത്തകരെ ആക്ഷേപിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇനി എന്ത് എന്തിനെക്കുറിച്ച് വേണ്ടി പറഞ്ഞു, അത്ര മേടിക്കുന്നുണ്ടോ, അത്രയും ലാഭം ഉണ്ടോ, അങ്ങനെ ഒരു കച്ചവടത്തിന് പങ്കുണ്ടോ, ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. എന്തായാലും തെറ്റെന്താ? ഇതൊരു വലിയ ആക്ഷേപം എവിടെയാണ്? പൊതുപ്രവർത്തകൻ ഇരിക്കുന്ന കസേരയിലിരുന്നു കൊണ്ട് ആ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് പബ്ലിക് ഫണ്ട് ലൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നൽകുന്ന ഫണ്ടിൽ നിന്നും കണക്കിൽ നിന്നും വ്യതിചലിപ്പിച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവാണ് കാണിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഞാൻ പറയാം, വലിയ പണക്കാരനായ സമ്പന്നനായ ബിസിനസ്സുകാരനാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ മന്ത്രി, ബിസിനസ്സുകാരനാണ്. അയാളുടെ ബിസിനസ്സിൽ ഒരുപാട് വേണമെങ്കിലോ ടാക്സ് കൊടുക്കുന്നതിലോ ട്രാൻസാക്ഷൻ നടത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. ബിസിനസ്സല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായേക്കാം. അതിൻ്റെ തെറ്റുകൾ കണ്ടുപിടിച്ചിട്ട് ആ തെറ്റുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാറി നിൽക്കണമെന്ന് പറയാൻ പറ്റുമോ? അതില്ലല്ലോ. ആ തെറ്റുകളുണ്ട്, റെക്ടിഫൈ ചെയ്യാനുള്ള പദ്ധതികൾ നിയമത്തിലുണ്ട്. അതിനൊക്കെയാണ് അഭിഭാഷകരായിട്ടുള്ള ആളുകളും ചാർട്ടേഡ് അക്കൗണ്ടൻസിലായിട്ടുള്ള ആളുകളും കമ്പനി സെക്രട്ടറിമാരായിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ ജോലി അതാണ്, അത് കറക്റ്റ് ചെയ്തോളും. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സുതാര്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ആക്ഷേപമാണ്. അതായത് ഞങ്ങൾ SFIക്കാരും DYFIക്കാരും പ്രവർത്തനത്തിന് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായകമായ നിലപാട് എടുക്കുന്നതിന് പകരം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പണം സ്വന്തമായി സ്വരുക്കൂട്ടി സ്വന്തം അസറ്റ് ഉണ്ടാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ്. ഇത് കൊടുത്തു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതല്ല. ഈ പറഞ്ഞ ഇയാളുടെ ഈ വോയിസ് ക്ലിപ്പിംഗ്സ് മാത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇതേപോലുള്ള പല ആരോപണങ്ങളും അതിന് മുമ്പ് വന്നിട്ടുണ്ട്.